നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത ദിവസങ്ങളായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വാർത്തയുണ്ട്. തമിഴക വെട്രിക്കഴകം ടി.വി.കെ നേതാവും നടനുമായ മുഖ്യമന്ത്രിയായിട്ടുള്ള ദളപതി വിജയ് തമിഴ്നാട്ടിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നുവെന്ന്. അതായത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രോഗി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്നും ബില്ല് ഈടാക്കരുത്. ആ രോഗിയുടെ ചികിത്സയ്ക്ക് ചെലവഴിച്ചിട്ടുള്ള ആ പണം രക്ഷപ്പെടുത്താണല്ലോ കൊണ്ടുചെന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രോഗി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബില്ല് ഈടാക്കരുത് എന്നൊരു വിപ്ലവകരമായ തീരുമാനം വരുന്നു എന്നാണ് പ്രചരണം. പലരും ഇതിനെ വലിയ ആവേശത്തോടെയാണ് വരവേൽക്കുന്നത്. എന്നാൽ ഇത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു ഔദ്യോഗിക നിയമമല്ല എന്നും വെറും ഒരു സോഷ്യൽ മീഡിയ പ്രചരണം മാത്രമാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഉത്തരവോ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനോ ഇറങ്ങാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ വ്യാജ പ്രചരണങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന, സംസാരിക്കേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു യഥാർത്ഥ കാര്യമുണ്ട്. ബില്ലടച്ചില്ല എന്ന കാരണത്താൽ രോഗിയുടെ മൃതദേഹം തടഞ്ഞു വെക്കാൻ ആശുപത്രികൾക്ക് അവകാശമില്ല എന്നത്. ഇന്ത്യൻ നിയമം മുമ്പേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണിത്. മൃതദേഹം വിട്ടുകൊടുക്കാതെ ബില്ലിനായി സമ്മർദ്ദം ചെലുത്തുന്നത് കുറ്റകരമാണ് എന്ന്. ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചും രാഷ്ട്രീയ പ്രചരണങ്ങൾക്കുമായി ഉപയോഗിച്ചതുമാണ് ഇപ്പോൾ കാണുന്ന വാർത്തകൾ പിന്നിൽ നിന്ന് വേണം തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഈ പ്രചരണം വ്യാജമാണെങ്കിൽ പോലും അത് ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു വിഷയം വളരെ പ്രസക്തവും വളരെ ഗൗരവമുള്ളതുമാണ്. ഈ വാർത്ത ഇത്രയധികം വൈറലാകാൻ കാരണവും അത് തന്നെയാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും അനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക ചൂഷണം. ഇന്ന് ആരോഗ്യ മേഖല ഒരു കാരുണ്യ പ്രവർത്തനയോ അല്ലെങ്കിൽ ഒരു സേവനമോ ഒന്നുമല്ല നമുക്കറിയാം, മറിച്ച് കോടികൾ മറിയുന്ന വൻകിട വ്യവസായമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. അനാവശ്യമായിട്ടുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ, ബ്രാൻഡഡ് മരുന്നുകൾ മാത്രം നിർദ്ദേശിക്കല്, അവർ ഉദ്ദേശിക്കുന്ന മരുന്നുകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അനാവശ്യമായിട്ടുള്ള സർജറികൾ, ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ICU സ്റ്റേ, ഇങ്ങനെ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് പരസ്യമായ രഹസ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കടം വാങ്ങിയും വീടും പറമ്പും വിറ്റും ആശുപത്രിയിൽ പണമൊഴുക്കുന്ന ഈ കുടുംബങ്ങള് ഒടുവിൽ രോഗി മരണപ്പെടുമ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ബെല്ലും പേറി കടക്കണിയിലാകുന്ന ഒരു അവസ്ഥ തികച്ചു ക്രൂരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ സാഹചര്യത്തിൽ രോഗി മരിച്ചാൽ ബില്ല് നൽകേണ്ടതില്ല എന്നൊരു നിയമം യഥാർത്ഥത്തിൽ നടപ്പിലായാൽ ഉണ്ടാകുന്ന ചില നല്ല വശങ്ങൾ നമ്മൾ ചിന്തിക്കണം. രോഗി മരിച്ചാൽ ബില്ല് ലഭിക്കില്ല എന്നൊരു ഭയം ഉണ്ടാകുമ്പോൾ ആശുപത്രികൾ വെന്റിലേറ്ററും ICUവിലും ഒക്കെ ഇട്ട് വെറുതെ ചികിത്സ അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന് കുറവുണ്ടാകും. ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള അമിതമായ ടെസ്റ്റുകളുണ്ട്, അനാവശ്യ മരുന്നുകളുണ്ട്, അനാവശ്യമായിട്ടുള്ള സർജറികളുണ്ട്. ഇതൊക്കെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട എന്ന് മാനേജ്മെന്റുകളെ പ്രേരിപ്പിക്കും. കാരണം അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. കൂടുതൽ ശ്രദ്ധയോടെ രോഗിക്ക് അത്യാവശ്യമായിട്ടുള്ള ചികിത്സകൾ മാത്രം നൽകാൻ ഡോക്ടർമാർക്ക് ഇതൊരു പരിധിവരെ സ്വാതന്ത്ര്യം കിട്ടും. ക്രിട്ടിക്കൽ കെയർ രംഗത്തെ അനാവശ്യ ഇടപെടലുകൾ അങ്ങോട്ട് കുറയും. നമുക്കറിയാലോ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തകർന്നിരിക്കുന്ന കുടുംബങ്ങളുടെ അവസ്ഥ, അവരുടെ മേൽ ലക്ഷങ്ങളുടെ ബില്ല് അടിച്ചേൽപ്പിക്കുന്ന മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു ക്രൂരത, ആ ക്രൂരതയ്ക്ക് ഒരു പരിഹാരം അങ്ങോട്ടാവും. മരിക്കാൻ വേണ്ടി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അതായത് വീട്ടിൽ കിടന്ന് മറ്റുള്ളവരുടെ ലാളനയും ഒരു സ്നേഹവും സാന്ത്വനവും ഒക്കെ കണ്ട് അവരുടെ സ്നേഹത്തോടുള്ള പരിചരണമേറ്റ് ഈ ലോകത്തുനിന്ന് വിട്ടുപോകേണ്ടതിന് പകരം മരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതങ്ങോട്ട് നിലയ്ക്കും. കുടുംബക്കാരുടെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് മരിക്കാനും സാധിക്കും. പക്ഷെ വൈകാരികമായി ചിന്തിച്ചുകൊണ്ട് ഈ ഒരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ട്. രോഗി മരിച്ചാൽ പണം കിട്ടില്ല എന്ന അവസ്ഥ വന്നാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവുള്ള അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ആശുപത്രികൾ മടിക്കും. വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് ഇത്തരം സാമ്പത്തിക ആഘാതങ്ങൾ താങ്ങാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. പക്ഷെ സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള ചെറിയ നഴ്സിംഗ് ഹോമുകൾ അല്ലെങ്കിൽ ആശുപത്രികളൊക്കെ സാമ്പത്തികമായി തകർന്നു പോകാൻ ഒരുപക്ഷെ കാരണമാകും. പക്ഷെ ഇക്കാലത്ത് നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഈ ചെറുകിട ആശുപത്രികൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ ആദ്യം സ്വീകരിച്ചിട്ട് അവർ വൻകിട ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാണ്. ഈ രോഗി അവിടെ എത്തിക്കുമ്പോൾ ഇവരിൽ നിന്ന് ആവശ്യമായ ബില്ല് അവിടെ വാങ്ങിയിട്ട് അതിന്റെ കമ്മീഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള നഷ്ടം ഈ ചെറുകിട ആശുപത്രികൾക്ക് ഉണ്ടാവില്ല എന്നൊരു മറുവാദവും കൂടി അപ്പുറത്തുണ്ട്. ഏതായാലും കേവലം ഒരു വൈകാരിക നിയമത്തിനപ്പുറം വലിയ രീതിയിലുള്ള ഒരു സുതാര്യത ഈ രംഗത്ത് വരണം. സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ നിരക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യാനുള്ള സ്വതന്ത്ര സംവിധാനങ്ങൾ വരണം. ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് കർശനമാക്കണം. ഒരു രോഗിക്ക് നൽകുന്ന ചികിത്സകൾ ആ രോഗിക്ക് ആവശ്യമുള്ളതാണോ എന്ന് പരിശോധിക്കാനായിട്ട് മെഡിക്കൽ ബോർഡുകൾക്ക് അധികാരം വേണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദളപതി വിജയിന്റെ പേരിൽ വന്ന ഈ ഒരു പ്രചരണം വ്യാജമാണ് എങ്കിലും അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലിയൊരു സന്ദേശമാണ്. അമിതമായ മരുന്നുപയോഗം, അനാവശ്യ ടെസ്റ്റുകൾ,
കച്ചവട കണ്ണോടെയുള്ള സർജറികൾ ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന ശരിയായ ചികിത്സാ സംസ്കാരം വരിക തന്നെ വേണം. ആശുപത്രികൾ ലാഭം കൊയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങളല്ല, മറിച്ച് മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന സേവന കേന്ദ്രങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം ഈ ഭരണാധികാരികൾക്കും മാനേജ്മെന്റിനും ആശുപത്രി മുതലാളിമാർക്കും ഉണ്ടാകണം. ആരോഗ്യം എന്നത് ഒരു കച്ചവട ചരക്കൊന്നുമല്ല, അത് ഒരു മനുഷ്യന്റെ അവകാശമാണ് എന്നുള്ളൊരു ബോധ്യം ഈ ചർച്ചകളിലൂടെ ശക്തിപ്പെടണം. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഈ രംഗത്ത് ഒരു പരാതി പറയാൻ നമുക്കൊരാളില്ല എന്നതാണ്. ഈ ഡോക്ടറുടെ ചികിത്സയെക്കുറിച്ച് അല്ലെങ്കിൽ ആശുപത്രിയുടെ ചികിത്സാ പിഴവിനെ കുറിച്ച് ഒക്കെ അന്വേഷിക്കുന്നത് അവരുടെ തന്നെ ആളുകളാണ്. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ രോഗികളായിട്ട് അവരെ മനുഷ്യരായി കാണാൻ പറ്റില്ല, അടിമകളായിട്ടേ കാണാൻ പറ്റൂ. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാനെങ്കിലും ഈ ഒരു നിയമം ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കും. അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ അപാകതകളൊക്കെ മാറ്റിവെച്ചിട്ട് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതൊന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുക. Different angles. Don't forget to subscribe and support this channel.